ഞാൻ പുതുതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു എക്യുപ്മെൻ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈം സ്വിച്ച്. ഇതിൽ ഓൾറെഡി നമ്മുടെ ക്ലോക്കിലുള്ള മാതിരി തന്നെയാണ് ഇതിൽ 24 hour അതിന് നമ്മൾ ഓരോ നമ്പറുകളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു ക്ലോക്ക് മാതിരിയാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഹാഗർ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് ഇൻ്റർനാഷണൽ ഒരു കമ്പനിയാണ്. അതുമാതിരി തന്നെ നമ്മൾ പല വേറെ ഇന്ത്യൻ കമ്പനികളുണ്ടെങ്കിലും ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഹാഗർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിൽ നമുക്ക് ടൈമർ കൺട്രോൾ, ഇന്ന ടൈമിൽ എന്നത് വർക്കാവണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നമ്മളെങ്ങനെയാണെന്നത് നമുക്കടുത്ത് പരിചയപ്പെടാം. അതായത് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഫേസും ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രൽ നമ്മൾ ബ്ലാക്ക് വയറും റെഡ് നമ്മൾ ഫേസ് വയറാണ്. അപ്പോൾ ഞാനിപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്, കണക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലൂപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മെയിൻ വയറിൽ നിന്ന് ലൂപ്പ് എടുത്തിട്ടാണ് ഇതിൽ 1 2 3 4 5 അങ്ങനെ നമ്പറുകളുണ്ട്. ഇതിൽ നോക്കി കാണാം. ആ നമ്പറിലേക്ക് നമ്മൾ മെയിൻ ഫേസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതുമാതിരി തന്നെ ന്യൂട്രൽ കണക്ട് ചെയ്യുന്നു. ഈ കണക്ട് ചെയ്തതിന് ശേഷം ഈ മെയിൻ ഫേസ് ചെയ്യുന്ന നമ്മൾ ഒരു വയറെടുത്ത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഇൻകമ്മറിൽ നിന്ന് തന്നെ ഒരു ലൂപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ റിലേയിലേക്ക് കൊടുക്കണം. അതായത് 1 2 2ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. 2ലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 2 ഓപ്ഷൻസിൽ, നമുക്ക് 3 ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഒന്ന്, നമുക്ക് ടൈം വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നോർമൽ ഒരു റിലേ എന്ന രീതിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ടൈം സെറ്റ് ചെയ്തിട്ടും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നതാണ് ടൈമിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ 24 hour നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് എന്ന ടൈമിൽ. അപ്പോൾ ഞാൻ ഔട്ട് ഗോയിങ് ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റാണ് ഔട്ട് ഗോയിങ്. അതുമാതിരി തന്നെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ആണ്. സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞൊരു അടുത്തൊരു കണക്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡ് ബൈ എടുക്കാനായിട്ടുള്ള ഒരു കണക്ഷൻസാണ് അടുത്തത്. അപ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണം ഓഫായിരിക്കും, ഒരെണ്ണം ഓൺ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡ് ബൈക്കാണ് നെക്സ്റ്റ് കണക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സോളിനോയിഡ് വാൾവ് കണക്ട് ചെയ്തു. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു DB. ഇത് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് കണക്ട് ചെയ്യും. എക്സ്റ്റേണലിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ പാനൽ. അപ്പോൾ എക്സ്റ്റേണൽ ലൈറ്റിങ് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതുമാതിരി തന്നെ ഫോട്ടോസിൽ ചെയ്യാം. അതുമാതിരി തന്നെ ഞാൻ ഒരു സാമ്പിളായിട്ട് ഒരു ടെക്സ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ബോർഡാണത്. ഓക്കെ, ഓൾറെഡി LCB ഉണ്ട്. അതുമാതിരി തന്നെ ഇതിൽ ഒരു MCB ആണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര സർക്യൂട്ട് ഉണ്ട് അത്ര സർക്യൂട്ട് നമ്മൾ MCB കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ MCB കണക്ട് ചെയ്യുമ്പോൾ ടൈം റിലേയിൽ നിന്ന് എടുത്തായിരിക്കും MCBയിലേക്ക് പോകേണ്ടത്, ഓരോ ടൈമിൽ എത്ര സപ്ലൈ എന്നുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ഒരു മോട്ടറിൻ്റെ കൺട്രോൾ, അതായത് മോട്ടറിൽ നിന്ന് നമുക്ക് സോളിനോയിഡ് വാൾവ് വെച്ചിട്ട് ഈ സോളിനോയിഡ് വാൾവ് എപ്പോൾ ഓപ്പൺ ആക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഒരു സൂചി കാണുന്നുണ്ടോ, ഈ സൂചി നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോക്ക് വൈസിലാണ് തിരിക്കേണ്ടത്. തിരിച്ചിട്ട് നമുക്ക് ഓരോ ടൈം സെറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എത്ര മിനിറ്റ് ഇത് ഓണാവണം നമ്മൾ നോക്കണമെങ്കിൽ അതിൽ 2 പിന്നുകളുണ്ട്. ആ പിന്നുകൾ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, 3 പിന്നുകൾ. അപ്പോൾ അത്ര ടൈമിലായിരിക്കും ഇത് ഓണാവുക. ഇത് മോട്ടറാണെങ്കിലും അതിൻ്റെ സോളിനോയിഡ് വാൾവ് ആണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. സോളിനോയിഡ് വാൾവ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡ് വാൾവ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, ക്ലോസ് ആവും, അങ്ങനെ. അപ്പോൾ നമുക്ക് കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫേസ് കയറി MCBയിൽ കണക്റ്റായി അതിൽ നിന്നും നമ്മൾ നേരെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ MCB ഓണാണ്. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ 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 അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഫേസ് എന്ന് പറഞ്ഞാൽ റെഡാണ് കണ്ടോ. റെഡ് നേരെ കണക്ട് ചെയ്തിട്ട് നമ്മളടുത്ത് MCBയിൽ കണക്ട് ചെയ്തു. MCBയിൽ നിന്ന് നേരെ ഔട്ട് എടുത്തിട്ട് നമ്മൾ റിലേയിൽ കണക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് സർക്യൂട്ടൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴാൻ വേണ്ടിയിട്ടാണ് ഈ MCB. അതുമാതിരി തന്നെ ഈ എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ വീഴാൻ വേണ്ടിയിട്ടാണ് ഈ LCB. ഇത്ര സെറ്റപ്പാണ് നമ്മൾ ഈ DBയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ട് മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട്, നമുക്ക് എത്ര സർക്യൂട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷേ ഇത് നമുക്കൊരു സർക്യൂട്ട് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിതിൽ കാണുന്നുണ്ടോ ന്യൂട്രൽ 1 ന്യൂട്രൽ. അതുമാതിരി തന്നെ റിലേസ് അതിന് കണക്ട് ചെയ്തിട്ട്
ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചാർജ് ചെയ്യാൻ പോകണം അത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്തു. ഓക്കെ, ന്യൂട്രൽ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ടൈം സെറ്റിങ് സെൻറ്ററുള്ള സൂചി ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലോക്കിലെ മാതിരി തന്നെ തിരിച്ചിട്ട് ഓരോ ടൈംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടലി 24 hour ഉണ്ട്. അപ്പോൾ അത് എത്ര മണിക്കാണ് നമുക്ക് തോന്നാവേണ്ടത് അതിനനുസരിച്ച് ഈ സൂചി നമുക്ക് തിരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈമിൽ വെള്ളം മോഡി വർക്കിംഗ് ആണോ.